നൂറ്റാണ്ടുകളായി പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ അടിച്ചമർത്തൽ അനുഭവിച്ചതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഓരോ രാജ്യവും. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം നേടിയെങ്കിലും പരോക്ഷ അധിനിവേശവും ചൂഷണവും ഇപ്പോഴും തുടരുകയാണ്. ലോകത്ത് ഇന്നേറെ അമൂല്യമായ നിരവധി പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമാണ് ആഫ്രിക്കയെങ്കിലും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പട്ടിണിയും കൊടികുത്തി വാഴുകയാണ് അവിടം. തത്ഫലമായി അരാജകത്വവും അക്രമ സംഭവങ്ങളും കലാപങ്ങളും അരങ്ങേറുകയും ഭരണകൂടങ്ങൾ അസ്ഥിരമാവുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് എന്നും ദുരിതം തന്നെ. ഭരണാധികാരികൾ പലപ്പോഴും റബ്ബർ സ്റ്റാമ്പുകളോ പടിഞ്ഞാറൻ ശക്തികളുടെ ആജ്ഞാനുവർത്തികളോ ആയി മാറും. ഈ പശ്ചാത്തലത്തിലാണ് ആഫ്രിക്കയിലെ കുഞ്ഞൻ രാജ്യമായ ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റ് ഇബ്രാഹിം ട്രോറോയുടെ സാമ്രാജ്യത്വ വിരുദ്ധ ശബ്ദം പാശ്ചാത്യൻ ശക്തികളെ വിറപ്പിക്കുന്നത്. ആഫ്രിക്കയുടെ ചെഗ്വേര എന്നറിയപ്പെടുന്ന ബുർക്കിന ഫാസോയുടെ മുൻ പ്രസിഡന്റ് തോമസ് സങ്കരയുടെ പാതയാണ് ഈ 34-കാരൻ പിന്തുടരുന്നത്. സാമ്രാജ്യത്വ കോട്ടത്തളങ്ങളെ വിറപ്പിക്കുന്ന ഈ യുവ ഭരണാധികാരിയുടെ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുന്നുണ്ട്. കോളനിവത്കരണം അവസാനിച്ചിട്ടില്ലെന്നും അതിന്റെ രൂപം മാത്രമാണ് മാറിയതെന്നും കെടുതികൾ ഇന്നും ആഫ്രിക്ക അനുഭവിക്കുകയാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇദ്ദേഹം. പാശ്ചാത്യ കമ്പനികൾ ആഫ്രിക്കൻ വിഭവങ്ങൾ ഊറ്റിക്കൊണ്ടുപോവുകയും ആഫ്രിക്കക്കാർ പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും കഴിയുന്നതും ദുരിതവും രോഗങ്ങളും അനുഭവിക്കുന്നതും ട്രോറെ വിളിച്ചു പറയുകയാണ്. പുതിയ കാലത്തെ സാമ്രാജ്യത്വം കമ്പനികളുടെ രൂപത്തിലാണെന്നും സൈന്യത്തിന് പകരം കരാറുകളെയാണ് ഉപയോഗിക്കുന്നതെന്നും ചാട്ടവാറിന് പകരം വായ്പകളെ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തെ 70% കൊബാൾട്ടും ആഫ്രിക്കയിലെ കോങ്കോയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫോൺ, ലാപ്ടോപ്പ്, ഇലക്ട്രിക് കാർ എന്നിവയ്ക്കെല്ലാം കൊബാൾട്ട് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കോങ്കോയിലെ ജനങ്ങൾക്ക് ഫോണില്ല. കാറ്റലിക് കൺവേർട്ടറുകൾ, കമ്പ്യൂട്ടർ, മെഡിക്കൽ ഇംപ്ലാന്റ് എന്നിവയ്ക്ക് വേണ്ട പ്ലാറ്റിനം 90% ദക്ഷിണാഫ്രിക്കയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ തൊഴിലില്ലായ്മയാണ് ദക്ഷിണാഫ്രിക്കയിൽ. ലോകത്തിന്റെ സ്വർണത്തിൽ 30% ഖനനം നടത്തുന്നത് മാലി, ബുർക്കിന ഫാസോ, ഘാന, ടാൻസാനിയ എന്നിവിടങ്ങളിലാണ്. ആഫ്രിക്കയിൽ നിന്ന് നദി പോലെ സ്വർണം ഒഴുകുന്നുവെങ്കിലും ആഫ്രിക്കക്കാർ ദാരിദ്ര്യത്തിൽ നീന്തുകയാണ്. 65% ഡയമണ്ടും ബോട്സ്വാന, അങ്കോള, കോങ്കോ, സിയറാലിയോൺ എന്നിവിടങ്ങളിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത്. വിദേശ കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളർ ഇങ്ങനെ സ്വന്തമാക്കുന്നുമുണ്ട്. അതേസമയം ഖനി തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് ദിവസം $1 മാത്രമാണ്. നൈജർ, നമീബിയ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ആണവ നിലയങ്ങൾക്ക് ആവശ്യമായ യുറേനിയത്തിന്റെ 35% ഉൽപ്പാദിപ്പിക്കുന്നത്. ഫ്രാൻസിലെ തെരുവ് വിളക്ക് പോലും അങ്ങനെ കത്തുന്നു. പക്ഷേ ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ വൈദ്യുതിയില്ല. റെയിൽവേയും പോർട്ടും എയർപോർട്ടും നല്ല റോഡും ആഫ്രിക്കയിലുണ്ട്. പക്ഷേ അത് ഖനികളെയും ഖനികളുടെ ആസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണെന്ന നഗ്നസത്യവും വെട്ടിത്തുറന്നു പറയുകയാണ് ട്രോറെ. കോങ്കോയിൽ കൊബാൾട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൈൻകോർ എന്ന സ്വിസ് കമ്പനിയുടെ 2022 വരുമാനം $256 ബില്യൺ ആണ്. എന്നാൽ കമ്പനി കോങ്കോയ്ക്ക് നികുതി നൽകിയത് $500 മില്യൺ അഥവാ 0.2% മാത്രമാണ്. ബ്രിട്ടീഷ് ഓസ്ട്രേലിയ മൈനിങ് കമ്പനിയായ റിയോ ടിൻഡോ ഗിനിയയിൽ നിന്ന് വർഷം 20 മില്യൺ ടൺ ബോക്സൈറ്റ് ഖനനം ചെയ്യുന്നുണ്ട്. എന്നാൽ കോങ്കോയ്ക്ക് ലഭിച്ചത് പരിസ്ഥിതി മലിനീകരണവും ക്യാൻസറും മാത്രമാണ്. ഫ്രഞ്ച് എണ്ണ കമ്പനിയായ ടോട്ടൽ എഞ്ചിനീയേഴ്സിന്റെ 2022 ലാഭം $36 ബില്യൺ ആണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും കണക്കിന് പ്രഹരിക്കുന്നുണ്ട് ട്രോറെ. $45 ബില്യൺ സഹായം ആഫ്രിക്കയിൽ എത്തുന്നതിനെ സംബന്ധിച്ച് വാതോരാതെ പറയുന്ന മാധ്യമങ്ങൾ പ്രതിവർഷം $88 ബില്യൺ നിയമവിരുദ്ധമായി ആഫ്രിക്കയിൽ നിന്ന് കടത്തുന്നത് പറയുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ നേടിയ യുദ്ധവിജയത്തിന്റെ 80-ാം വാർഷികത്തിനാണ് അദ്ദേഹം റഷ്യയിലെത്തിയത്. ആഫ്രിക്കയുടെ ശക്തി തിരിച്ചറിഞ്ഞ് രാജ്യങ്ങൾ ഐക്യപ്പെടണമെന്നും സാമ്രാജ്യത്വത്തിനെതിരെ ഒറ്റക്കെട്ടാകണമെന്നും നിരന്തരം ഈ യുവ ഭരണാധികാരി പറയുന്നു. അത് അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ളവരെ വിരളി പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.